ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസ് കൊണ്ടൊരു ഈസി സൈഡ് ഡിഷിൻ്റെ റെസിപ്പി നോക്കിയാലോ? നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ, 3 വെളുത്തുള്ളി, 4 ചെറുള്ളി, 1/4 ടീസ്പൂൺ ചെറുജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് വഴണ്ടു വരുമ്പോൾ വേവിച്ചു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പയർ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയാ സോസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു സൈഡ് ഡിഷിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോയാ സോസും ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിനുള്ളത്. നമ്മുടെ സോസൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 286 ml കപ്പിന് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതിയാകും. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴാണ് ഇതൊരു സൈഡ് ഡിഷിൻ്റെ പരുവത്തിൽ കിട്ടുക. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വെജിറ്റബിൾസ് കൊണ്ടുള്ള സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.